TCP സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ജൂലൈ 1-ാം തീയതി GST സെമിനാർ നടത്തുകയാണ്. ട്രിവാൻഡ്രം ക്ലബ്ബിലാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം. അതോടൊപ്പം തന്നെ അസോസിയേഷൻ്റെ പുതുക്കിയ വെബ്സൈറ്റ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയും മെമ്പർമാർക്കുള്ള ID കാർഡ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുമാണ് നിർവഹിക്കുന്നത്. GSTയെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി GST കമ്മീഷണർമാരായ അതായത് SGST കമ്മീഷണർ ന്യൂസാർ IASഉം അതുപോലെ CGST കമ്മീഷണർ K കാളിമുത്ത് IRSുമാണ് CGSTയെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത്. GST നിലവിൽ വന്നിട്ട് 9 വർഷമായിട്ടും ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് അത്ര ഗൗരവമായി പോകാൻ ഗവൺമെൻറ്റിനോ ഇത് കൊണ്ടുവന്നവർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നത് നികുതി വരുമാനത്തിലുള്ള നല്ല വർധനവ് വന്നതുകൊണ്ട് ഗവൺമെൻറ് അതിനെ അത്ര ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൈകാര്യം ചെയ്യുന്നവരായ അതുകൊണ്ട് തന്നെ വ്യാപാര മേഖലകളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലായാലും അത് ഗവൺമെൻറ്റിലായാലും ഞങ്ങളെപ്പോലുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷേ അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഓരോ വർഷവും കടന്നു പോകുന്നത് എന്നുള്ള വാസ്തവവും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാ വർഷവും ഞങ്ങൾ സാധാരണ ജൂലൈ 1-ന് നടത്താറുള്ളതാണ്. ഇത്തവണയും അത് നല്ല രീതിയിൽ തന്നെ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ വേണമെന്ന് ആദ്യമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള TCPAK ഈ സംസ്ഥാനത്ത് നികുതി മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ നിലവിലെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് AN ശശിധരനാണ് ഇപ്പോൾ സംസാരിച്ചത്. ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് PK സന്തോഷ് കുമാർ. മറ്റ് സംസ്ഥാന ട്രഷററാണ് K അനിൽകുമാർ. സംസ്ഥാന സെക്രട്ടറിമാർ AK അയൂബ്, ഷാനവാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം സത്താർ കാട്ടിൽ. മറ്റ് സംസ്ഥാനത്തിൻ്റെ ഭാരവാഹികളാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ 1992 ഞങ്ങളുടെ സംഘടന രൂപീകരിച്ചത് എറണാകുളം ജില്ലയിൽ. ഇപ്പോൾ നിലവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റികളും എല്ലാ GST സർക്കിൾ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും മുഴുവൻ യൂണിറ്റുകളും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും ഞങ്ങൾ മുൻകൈ എടുക്കാറുള്ളത്. അവരുടെ പെട്ടെന്ന് വരുന്ന ചികിത്സാ സഹായങ്ങൾ പരമാവധി ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ അവർ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന അംഗങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന തന്നെ തനതായിട്ട് ചെറിയ തുകയാണെങ്കിൽ പോലും കൃത്യമായി ഒരു പെൻഷൻ പദ്ധതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്, സാന്ത്വന സായാഹ്നം. അതുപോലെ തന്നെ GST പോലുള്ള ഈ നികുതി ഘടനയിൽ മാറ്റങ്ങൾ വന്നപ്പോഴെല്ലാം ഈ അംഗങ്ങളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന തലത്തിൽ തന്നെ ഞങ്ങളുടെ ഒരു അക്കാദമിക് കൗൺസിൽ രൂപീകരിച്ച് അവരാദ്യം ഈ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഞങ്ങളുടെ അംഗങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ ഈ രംഗത്ത് നിലനിൽക്കാൻ അംഗങ്ങൾക്ക് പ്രചോദനമായത്. ഇപ്പോഴും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ തുടർന്നു വരികയാണ്. ഈ GST വന്നതിന് ശേഷം 2017 മുതൽ കൃത്യമായി എല്ലാ ജൂലൈ 1-നും ഞങ്ങൾ ഇത്തരത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. പല ജില്ലകളിൽ വെച്ചാണ് സംഘടിപ്പിക്കാറുള്ളത്. ഈ പ്രാവശ്യം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സെമിനാർ സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മീഷണർമാരെയും SGSTയുടെയും CGSTയുടെയും കമ്മീഷണർമാർ കൂടി ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സെമിനാർ എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സെമിനാറായി മാറും. അപ്പോൾ ആ സെമിനാർ വിജയിപ്പിക്കുന്നതിന് നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും അവിടെ പങ്കെടുത്തുകൊണ്ടുള്ള നല്ല രീതിയിൽ ഈ വാർത്ത പുറമെ എത്തിക്കാനുള്ള സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ GST സെമിനാർ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരു മാക്സിമം കവറേജ് നിങ്ങൾ തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം GST നടപ്പിലാക്കി 9 വർഷം പൂർത്തീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രത്യാശകളും പ്രതിബന്ധങ്ങളും എന്നൊരു പ്രമേയം കൂടിയാണ് ഞങ്ങൾ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കവറേജ് തന്ന് കേരള ബേസ് പ്രോഗ്രാമാണ് ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു GST സെമിനാറാണ്.
അപ്പോൾ അതുകൊണ്ട് മാക്സിമം കവറേജ് നൽകി പത്രമാധ്യമങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.